എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1665 ദിവസത്തെ മലയാള വിഭാഗത്തിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്നത്തെ ദിവസം ആദരണീയനായ എഴുത്തുകാരൻ, ചലച്ചിത്ര ഗാനരചയിതാവ് ശ്രീ മങ്കമ്പ് ഗോപാലകൃഷ്ണനെ അനുസ്മരിക്കാനായി നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ആദ്യമായി ഒരു നിമിഷത്തെ മനോപ്രാർത്ഥന. നന്ദി. ഈ പരിപാടിക്ക് ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് IFPHന്റെ സഹയാത്രികനായ ശ്രീ ഷാലു രാജനെ ആദരവ് ക്ഷണിക്കുന്നു. Okay, thank you, doctor. Okay, good evening, doctors and homeopathic lovers. ഇന്ന് IFPHന്റെ 1665 സൂം വെബിനാറിലേക്കാണ് നാം ഓരോരുത്തരും കടന്നു വന്നിട്ടുള്ളത്. പോയി കഴിഞ്ഞ 17-ാം തീയതി നമ്മെ വിട്ടു പിരിഞ്ഞു പോയ പ്രിയ കവിയും അതുപോലെ തന്നെ ഗാനരചയിതവുമായിട്ടുള്ള ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറിനെ അനുസ്മരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നാം ഓരോരുത്തരും ഇവിടെ കൂടി വന്നിട്ടുള്ളത്. അദ്ദേഹം മലയാള സിനിമാ ലോകത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരിക്കലും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. ഇന്ന് എന്നിൽ ഭരമേൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിന് നാം നൽകുന്ന പ്രത്യേക ഗാനാഞ്ജലിയിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ ഒരു പ്രത്യേക ഗാനാഞ്ജലിയുടെ ഉദ്ഘാടനത്തിനായി വന്നെത്തിയിട്ടുള്ളത് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ സംഗീത അധ്യാപകനായിരുന്ന പ്രൊഫസർ ST ശശിധരൻ സാറാണ്. അദ്ദേഹം പലതവണ നമ്മുടെ സൂം വെബിനാറിൽ വന്നിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. ഒപ്പം അദ്ദേഹം നല്ലൊരു ഹോമിയോപ്പതി സ്നേഹി കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ IFPHന്റെ പേരിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അടുത്തതായിട്ട് ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ഈ പ്രത്യേക പരിപാടിയിലേക്ക് വന്നു ചേർന്നിട്ടുള്ള ഡോക്ടർ അബ്ദുൽ ഗഫൂർ സാർ. അദ്ദേഹം നേരത്തെ DMO ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ഡോക്ടർ സുനിൽ കുമാർ, അദ്ദേഹം ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അതുപോലെ തന്നെ ഡോക്ടർ വിജയകുമാർ, അദ്ദേഹവും നേരത്തെ ചീഫ് മെഡിക്കൽ ഓഫീസറായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ഡോക്ടർ ദിലീപ് ചന്ദ്രൻ, ഡോക്ടർ ഷീബ റാണി, ഇരുവരും ഇപ്പോൾ മെഡിക്കൽ ഓഫീസേഴ്സ് ആയിട്ട് അവരുടെ കർമ്മ മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്നു. ഏവരെയും ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് IFPHന്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ മോഡറേറ്റ് ചെയ്യുന്ന ഡോക്ടർ മനോജ് സാർ, നന്ദി പ്രസംഗത്തിനായിട്ട് എത്തിയിട്ടുള്ള IFPHന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ജിതി മനോജ്, ഇരുവരെയും ഞാൻ IFPHന്റെ പേരിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക്, ഈ ഗാനാഞ്ജലിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. ഒപ്പം ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ഹോമിയോപ്പതി സ്നേഹികളെയും IFPHന്റെ പേരിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിച്ചുകൊള്ളുന്നു. നന്ദി ശ്രീ ഷാലു രാജൻ. നമ്മുടെ ആദരണീയനായ അതിഥി ഉദ്ഘാടകൻ ശശിധരൻ സാറ് ജോയിൻ ചെയ്തിട്ടാണ് തോന്നുന്നത്. ധനേഷ് ഡോക്ടറെ, എന്തെങ്കിലും ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, സാറിന് എന്തോ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലേ? ഓക്കെ. നമുക്കിവിടെ അതിഥികൾ തീർച്ചയായിട്ടും അതിന് തുല്യമായ ഒരാൾ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ട്. ഭാഗ്യവശാൽ അത് മറ്റാരുമല്ല, നമ്മുടെ മുൻ DMO കൂടിയായ കരോക്കെ ഗാനങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത, പറയാൻ സംഗീതത്തെ ഒരു അനുഷ്ഠാനമായി കാണുന്ന ആദരണീയനായ അബ്ദുൽ ഗഫൂർ സാറാണ്. അദ്ദേഹത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കൂടി ക്ഷണിക്കുകയാണ്. സാർ. താങ്ക് യു. കേൾക്കാമോ? കേൾക്കാം സാർ, കേൾക്കാം. കാണാൻ. താങ്ക് യു. അപ്പോ ഇന്ന് ഇങ്ങനെ ഒരു പരിപാടി വെച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ശ്രീകുമാരൻ തമ്പിയൊക്കെ പോലെ ഒരു ലെജൻഡായ ഒരു ഗാനരചയിതാവാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അദ്ദേഹം ശ്രീകുമാരൻ തമ്പിയെ പോലെ തന്നെ ആലപ്പുഴ ജനിച്ച ഒരു വ്യക്തിയാണ്. 47-ലാണ് അദ്ദേഹത്തിന്റെ ജനനം. 17-ാം തീയതിയാണ് നമ്മൾ വിട്ടുപോയത്, ഈ 17-ാം തീയതി. അപ്പോ അദ്ദേഹം 700-ലധികം ഗാനങ്ങൾക്ക് അദ്ദേഹം രചന നിർവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററും കൂടിയാണ് അദ്ദേഹം. പല സിനിമകൾക്കും സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്ത് കൂടാതെ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് പുള്ളി സിനിമകൾ. ബാഹുബലി പോലുള്ള സിനിമകൾ മറ്റു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് മൊഴിമാറ്റം ചെയ്യുക, അങ്ങനെ ഒരു വിവിധ കലാവല്ലഭനായിരുന്നു അദ്ദേഹം. അപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ ഈ അനുസ്മരണം തെരഞ്ഞെടുത്തതിൽ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയും അറിയിക്കുന്നു. അപ്പോ ഇന്നിപ്പോ സ്വാഗതം ഇവിടെ ആശംസിക്കുകയുണ്ടായി.
ഇവിടെ കൂടിയിട്ടുള്ള ഞങ്ങളെ ഭാരവാഹികളും മറ്റുള്ളവരുമായ എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം, അതായത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചോളൂ. താങ്ക് യു. നന്ദി സാർ. അപ്പോ നമുക്ക് ഓക്കെ. എന്തായാലും സാറിന്റെ ഒരു പാട്ടോടുകൂടി തന്നെ പരിപാടി തുടങ്ങാം സാർ. അദ്ദേഹത്തിന്റെ പേര് കേട്ട ഒരു പാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു ലക്ഷാർച്ചന കണ്ടു എന്നുള്ള അയലത്തെ സുന്ദരി എന്ന ചിത്രത്തിന് വേണ്ടി ശങ്കർ ഗണേഷ് സംവിധാനം ചെയ്തതാണ്. യേശുദാസ് പാടിയതാണ്. അദ്ദേഹത്തിന്റെ ഒരു ഗാനം ആദ്യം ഒരു പാടിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞോട്ടോ. പറയാം സാർ, പറയാം. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല, നല്ല ലക്ഷാർത്ഥനയാണ്, കുഴപ്പമില്ല. താങ്ക് യു. ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ, മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരന്റെ പൂവമ്പ് കൊണ്ടു, മല്ലീശ്വരന്റെ പൂവമ്പ് കൊണ്ടു. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മുഖക്കുരുമുളയ്ക്കുന്ന കവിളിലെ കസ്തൂരി നഖക്ഷതം കൊണ്ടു ഞാൻ കവർന്നെടുത്തു. അധരം കൊണ്ട് അധരത്തിൽ അമൃതു നിവേദിക്കും, അധരം കൊണ്ട് അധരത്തിൽ അമൃതു നിവേദിക്കും. അസുലഭ നിർവൃത്തി അറിഞ്ഞു ഞാൻ, അറിഞ്ഞു ഞാൻ. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. സാർ വളരെ അസ്ഥികൾക്കുള്ളിലൊരുന്മാദസ്മൃതി തൻ അജ്ഞാത സൗരഭം പടർന്നു കേറി. അറിയാത്ത പ്രാണഹർഷങ്ങളിൽ അവളുടെ താരുണ്യമറിഞ്ഞിറങ്ങി, അലിഞ്ഞിറങ്ങി. ലക്ഷാർച്ചന കണ്ടു മടങ്ങുമ്പോൾ ഒരു ലജ്ജയിൽ മുങ്ങിയ മുഖം കണ്ടു. മല്ലികാർജുന ക്ഷേത്രത്തിൽ വെച്ചവൾ മല്ലീശ്വരന്റെ പൂവമ്പ് കൊണ്ടു, മല്ലീശ്വരന്റെ പൂവമ്പ് കൊണ്ടു. താങ്ക് യു. വളരെ മനോഹരമായിട്ടുണ്ട്. പൊതുവെ ഈ കവികളും ഈ സിനിമ ചലച്ചിത്ര ഗാന രചയിതാക്കളും തമ്മിൽ ഒരു അകൽച്ച അല്ലെങ്കിൽ അകലം പലപ്പോഴും കാണാറുണ്ട്. കാരണം കവികൾ പറയും ഞങ്ങളാണ് കവികൾ, സാഹിത്യ. യഥാർത്ഥത്തിൽ അതല്ല. ഇതൊന്ന് കേട്ടു നോക്കിയാൽ അറിയാം എന്തെല്ലാം പ്രയോഗങ്ങളതിനകത്ത് എവിടെയെല്ലാം പോയി എന്നുള്ളതാണ്. അത് മാത്രമല്ല, അവർക്കൊരു ഭയങ്കരമായ പ്രണയമാണ്. അതെ, ഒരു സാഹചര്യം കൊടുത്തിട്ട് അതിനകത്താണ്. മറ്റേക്കല്ല സ്വതന്ത്രമായി പറക്കാം, ഇതങ്ങനെയല്ല. ഒരു ലിമിറ്റേഷൻ അകത്ത് നിന്നുകൊണ്ട് കവിത ഉണ്ടാക്കുന്ന പാട്ട് എന്ന് പറയുന്നത് ഒരു അപാരമായ കഴിവാണ്. ആദരണീയനായ അദ്ദേഹത്തിന്റെ മകൾ നമ്മുടെ ഈ വേദിയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. തന്റെ പിതാവിനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മാഡം രേഖ ഗോപാലൻ. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം. എന്തായാലും അച്ഛൻ്റെ ആദ്യത്തെ അനുസ്മരണം താങ്കളെയൊക്കെ പോലുള്ള ഒരു വലിയ ഡോക്ടേഴ്സിന്റെ വേദിയിൽ ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് വളരെ നന്ദി. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. അച്ഛന് എപ്പോഴും ഈ അലോപ്പതിക്കൊക്കെ എപ്പോഴും എതിരായിരുന്നു. അച്ഛന് ഹോമിയോ, ആയുർവേദം ഇതിനോടൊക്കെയായിരുന്നു അച്ഛന് താല്പര്യം. എന്തിനാ അച്ഛൻ്റെ
ഈ ലാസ്റ്റ് അച്ഛന് പോസ്ട്രേറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും അച്ഛൻ അത് ഹോമിയോ മരുന്ന് കഴിച്ചുകൊണ്ടാണ് അച്ഛൻ ഇത്രയും കാലം അത് ഓടിച്ചുകൊണ്ടിരുന്നത്. അത് നല്ല കംപ്ലീറ്റ് ക്യൂർ ആവുകയും ചെയ്തിരുന്നു. അത് എപ്പോഴും അച്ഛന് അവിടെ ICUയിൽ പോയിട്ടും അഡ്മിറ്റ് ആയ എപ്പോഴും അച്ഛൻ എങ്ങനെയെങ്കിലും അത് ഇവിടുന്ന് പുറത്ത് കിടക്കണം, വീട്ടിൽ വരണം എന്നായിരുന്നു. 25 വർഷം മുമ്പ് അച്ഛന് ഹാർട്ടിന് 3 ഹോൾ ആൻഡ് 75% ബ്ലോക്ക് ഉണ്ട്. ഉടനെ തന്നെ അത് സർജറി ചെയ്തില്ലെങ്കിൽ ഒരാഴ്ച പോലും ഉണ്ടാവില്ല എന്ന് ഞങ്ങളുടെ ചെന്നൈയിൽ രാമേന്ദ്ര ഹോസ്പിറ്റലിൽ ഡോക്ടർ തണികാചലം പറഞ്ഞു. അപ്പൊ തന്നെ അച്ഛൻ അവിടുന്ന് ഡിസ്ചാർജ് വാങ്ങി അവിടുന്ന് ഇറങ്ങിപ്പോന്ന ആളാണ്. എന്നിട്ട് 25 വർഷം അച്ഛൻ ഈ ഓപ്പറേഷൻ ഒന്നും ഇല്ലാതെ 25-26 വർഷം അച്ഛൻ കഴിഞ്ഞു. അതാണ് ഹോമിയോപ്പതി. അതെ, അച്ഛന് നല്ല വിൽ പവർ ആയിരുന്നു. ഇപ്പോഴും ഞങ്ങൾ അച്ഛൻ തിരിച്ചു വരും, ഒന്ന് വീണെങ്കിലും അതിൽ നിന്ന് റിക്കവറായി അച്ഛൻ പതുക്കെ നടന്നു തുടങ്ങിയതാണ്. പെട്ടെന്നാണ് ഈ ശ്വാസതടസ്സം വന്നത്. അപ്പോഴും ഞങ്ങൾ അച്ഛൻ തിരിച്ചു വരും എന്നുള്ള വിശ്വാസത്തിലായിരുന്നത്. പക്ഷെ നടന്നില്ല. മരിക്കുമ്പോ എന്തായിരുന്നു അസുഖം? ഒന്നുമില്ല, ആ വീഴ്ചയിൽ എന്തോ അവര് ICUയിൽ പോയപ്പോ എന്തോ ഇൻഫെക്ഷൻ ആയെന്നാണ് അവര് പറഞ്ഞത്. ലങ്സിന് എന്തോ ഇൻഫെക്ഷൻ ആയെന്നാണ് പറഞ്ഞത്. പക്ഷെ ബാക്കി എല്ലാം നോർമൽ ആയിരുന്നു. അച്ഛന് ഷുഗർ ഇല്ല, കൊളസ്ട്രോൾ ഇല്ല, BP ഇല്ല, എല്ലാം നോർമൽ ആയിരുന്നു. ദൈവത്തിന്റെ ഇത് അച്ഛന് അത്ര ആയുസേ ഉള്ളൂ തോന്നുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു? 75. അത് സൂചിപ്പിക്കുന്ന ഇതാണ്, ഹോമിയോപ്പതി മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ പറഞ്ഞ ആന്തരിക അവയവങ്ങൾക്ക് വലിയ ഡാമേജ് ഉണ്ടാകാതെ പോകും എന്നുള്ളത് തന്നെയാണ്. സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവരാണ് പൊതുവെ മറ്റു രോഗങ്ങളിലേക്ക് പോയി വലിയൊരു ഘട്ടത്തിലേക്ക് പോകുന്നത്. എന്തായാലും ഒരു ഭാഗ്യമുണ്ടായി കേൾക്കാൻ, നമുക്ക് അതിനേക്കാൾ ഭാഗ്യമുണ്ടായി. ഇതെല്ലാം കാരണക്കാരനായ സലീകുമാർ ഡോക്ടറോടാണ്. തീർച്ചയായിട്ടും ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് ആ ഒരു എഴുതാനുള്ള കഴിവ് മക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? കുറച്ച് കൊച്ചുമക്കളൊക്കെ അത്യാവശ്യം എഴുതും, കുറച്ചൊക്കെ. പാട്ട് പാടൂ? ഇല്ല, പാട്ട് പാടില്ല, എഴുതും. പിന്നെ ചിത്രരചനയൊക്കെ ഉണ്ട് മോള്, ചെറിയ മോള്. അതെ, നന്നായിട്ട് ഡ്രോയിങ് ഒക്കെ ചെയ്യും. അതുപോലെ നീ പാട്ടൊക്കെ എഴുതി അതിനെ കുറിച്ച് വീട്ടിൽ ഒന്ന് പറയുമായിരുന്നു. അദ്ദേഹം എങ്ങനെയായിരുന്നു? ഡിസ്കസ് ചെയ്യാറുണ്ട്. അതെ. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതെന്ന് പറയാൻ കഴിയും? അങ്ങനെ പറയാൻ ചോദിക്കുകയാണെങ്കിൽ അച്ഛന്റെ പാട്ടുകൾ, അച്ഛന് ആശ്രിത വത്സലനെ കൃഷ്ണ കൃഷ്ണ. അതെ നല്ല ബെസ്റ്റ്. അതെ അത് ആഷാഢമാസം ആത്മാവിന്റെ അകം. ശരി. പിന്നെ ഇവിടമാണീശ്വര സന്നിധാനം, ഇടറുന്ന മനസ്സുകൾക്ക് അഭയസ്ഥാനം. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാ അതാണ്. ബാബു മോനിലെ. അതെ, നാവ് നൽകും വൃന്ദാവനം. അതെ, ഊമകൾക്ക് നാവ് നൽകും വൃന്ദാവനം. അങ്ങനെ ബാബുമോന് ശബ്ദം വരുമല്ലോ. അതെ, കൊച്ചിലെ ഉള്ള ഹിറ്റ് സിനിമയാണ്. അതെ. അപ്പം മാഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേട്ടേക്ക് അടുത്തേക്ക് പോവാം. ഡോക്ടർ ഷീബാറാണി ചോദിച്ചു. ഡോക്ടർ ഷീബാറാണി ഡോക്ടറുടെ വന്നിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ റേഞ്ച് കുറവാണ്, ഓഡിയോ കണക്ട് ആയിട്ടില്ല. അതുപോലെ ഈ ഭക്തിഗാനങ്ങളിലെ ഒരു വലിയൊരു നിലവാരത്തിലേക്ക് എത്തിക്കുന്ന ഒരു പാട്ടാണ് ജീവൻ പ്രപഞ്ചത്തിന് ആധാരമൂർത്തിയാം. അത് സത്യം പറഞ്ഞാല് ഞാൻ ആ പാട്ടിന്റെ രചയിതാവ് ആരാണെന്ന് ഒരു കാലത്ത് അന്വേഷിക്കണമെന്നുണ്ട്. വേറൊരു തലത്തിലാണ് അതിനെ കൊണ്ടുപോയിരുന്നത്. വളരെ ഹിറ്റായ സോങ്ങാണ്. അപ്പൊ ഒരു കാര്യം ഡോക്ടറെ, നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. ജീവപ്രപഞ്ചത്തിന് ആധാരമൂർത്തിയാം. ഡോക്ടർ വിജയകുമാർ ഡോക്ടറെ, ഷീബാറാണി ഡോക്ടർ കേൾക്കാമോ സർ? കേൾക്കാം. ഓക്കെ. ആഷാഢമാസം അതല്ലേ പാടുന്നത്? അതെ, അത് എന്റെ ഫേവറേറ്റ് പാട്ടാണ് മഹബൂബ് സാറിന്റെ. അത് ഒരുപാട് വർഷമായിട്ട് ഞാൻ പലപ്പോഴും പാടാറുണ്ട്. പക്ഷെ അത്രയും നല്ലൊരു ഗാനം, ഭയങ്കര വികാരഭരിതമായൊരു ഗാനമാണ്. ഞാൻ പാടട്ടെ? പാടിക്കോളൂ.
ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം. വിധുരയാം രാധയെപ്പോലെനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാം അന്തരീക്ഷം. അർഹതപ്പെട്ടില്ലെങ്കിലും ഞാനെന്റെ അന്തരംഗം മുന്നിൽ തുറന്നു വെച്ചു. അർഹതപ്പെട്ടില്ലെങ്കിലും ഞാനെന്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വെച്ചു. ജീവിതം പങ്കിടാൻ അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാം അന്തരീക്ഷം. മന്ദസ്മൃതിയുള്ളിൽ നീ ഒളിപ്പിച്ച മൗന നമ്പരം ഞാൻ വായിച്ചു. മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിച്ച മൗന നമ്പരം ഞാൻ വായിച്ചു. മറക്കുക മനസ്സിൽ പുതിയ വികാരത്തിൻ മദന പല്ലവികൾ നീ എഴുതി വയ്ക്കൂ. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാം അന്തരീക്ഷം. വിധുരയാം രാധയെപ്പോൾ എനിക്കെന്നിട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം. ആഷാഢമാസം ആത്മാവിൽ മോഹം അനുരാഗമധുരമാം അന്തരീക്ഷം. വെരി ഗുഡ്. വളരെ നന്നായിട്ടുണ്ടാവും. Thank you. എന്ന് പറയുന്നത് ഈ ശകവർഷത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചു, രാധയെ കുറിച്ച് ഓർമ്മിപ്പിച്ചു, മാത്രമല്ല ഒരു കാലത്തെ കുറിച്ചും സ്വയം അർഹതയില്ല എന്ന് തിരിച്ചറിയുന്നു. ഇപ്പൊ അങ്ങനെ അതെ. അർഹത അധികം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ജനമാണ്. അപ്പൊ ആ ഒരു കാലത്തിന്റെ ഭയങ്കര മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. വൈകിയാണെങ്കിലും അച്ഛന് ഈ അംഗീകാരങ്ങളൊക്കെ കിട്ടുന്നത് വളരെ അഭിമാനമായിട്ട് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മളെല്ലാം ആരാധിക്കുന്ന ഒരു ആളാണ് സാറ്, മങ്കമ്പ് സാറ്. താങ്ക് യു. ഡോക്ടർ ഷീബ റാണി ഇടയ്ക്ക് ഹൈദരാബാദിൽ പോവുകയും പ്രശസ്ത ഗായിക സുശീലയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുകയും ചെയ്തു. ഷീബ റാണി ഡോക്ടർ അതിനെക്കുറിച്ച് പറയാമോ? തീർച്ചയായിട്ടും വളരെ സന്തോഷമുള്ള ഒരു സമയമായിരുന്നു എനിക്ക്. കാരണം എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ലതാ മങ്കേഷ്കറിനെ കാണണം, ജാനകി അമ്മയെ കാണണം, അതുപോലെ സുശീല അമ്മയെ കാണണം. പിന്നെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ തൊണ്ട അടച്ചിരിക്കുക കേട്ടോ. അപ്പൊ എന്റെ അവിടെ ഹൈദരാബാദിലെ ആൾക്കാർ എനിക്കൊരു സ്വീകരണം തന്നു, ആദരവൊക്കെ തന്നു. എന്തിനാണെന്നറിയോ? 5 ലാംഗ്വേജിൽ ഞാൻ എല്ലാ ഭാഷയും ഞാൻ കൈകാര്യം ചെയ്യുന്നു. കാരണം അതിവിടെ ചെയ്യുന്നത് ആകെ ചിത്രാമ്മയും അതുപോലെ ജാനകി അമ്മയും SP ബാലസുബ്രഹ്മണ്യം സാറൊക്കെയാണ്. അപ്പൊ അവർക്ക് ഭയങ്കര അത്ഭുതം, മലയാളിക്ക് എല്ലാം സാധിക്കും അല്ലേ എന്ന് പറയാറുണ്ട്. പിന്നെ എനിക്ക് അവിടെ ചെന്നിട്ട് എനിക്ക് അമ്മയെ കാണാൻ പറ്റി, സുശീല അമ്മയെ. നിർഭാഗ്യവശാൽ ലതാ മങ്കേഷ്കർ മാഡം മരിച്ചുപോയി. പക്ഷെ ജാനകി അമ്മയെ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ അവരെനിക്ക് ഒരു അംഗീകാരവും തന്നിട്ടുണ്ട്. എല്ലാവരുടെ പാട്ട് പാടുമ്പോഴും അതേ സ്വരം വരുത്താൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ മിമിക്രി ചെയ്യുന്നതല്ല, ആക്ച്വലി അത് പാടി വരുമ്പോൾ അങ്ങനെ ആവുന്നതാണ് എന്ന് പറയും.
അങ്ങനെ ഒരു അങ്ങേരം സുശീലാമ്മയുടെ പാട്ട് പാടുമ്പോ അമ്മ പാടുന്ന പോലെ തോന്നുന്നുണ്ട് എന്ന് പറയും. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫേസ്ബുക്കിൽ ഇടുമ്പോ അവർ പറയും ഇത് ജാനകി അമ്മ പാടിയതാണ്. ഭയങ്കര എനിക്ക് അറിഞ്ഞൂടാ ഞാൻ അങ്ങനെയാണോ പാടുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേൾവിക്കാരനല്ലേ അതറിയാവൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അത് വലിയ സന്തോഷമുള്ള അനുഭവമായിരുന്നു. പിന്നെ സുശീലാമ്മ എനിക്ക് 1 വർഷത്തിന് മുന്നേ എനിക്ക് കാണാൻ പറ്റിയ വലിയൊരു ആഗ്രഹം, എന്റെ ഒരു ആഗ്രഹമെങ്കിലും സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം. പിന്നെ SP ബാലസുബ്രഹ്മണ്യം സാറും സുശീലാമ്മയും ജാനകി അമ്മയൊക്കെ പാടി, ചിത്രാമ്മയൊക്കെ പാടി തകർത്ത സ്റ്റേജാണ് രവീന്ദ്ര ഭാരതി ഹാൾ. അവിടെ എനിക്ക് 8 പ്രോഗ്രാമിൽ പാട്ട് പാടാനുള്ള അവസരം കിട്ടി. വളരെ സന്തോഷം. അതുപോലെ സുശീലാമ്മ എന്നെ കണ്ടപ്പോ മറ്റേ പാട്ടുള്ള കാറ്റിൽ ഇളംകാറ്റിൽ എന്നുള്ള പാട്ടില്ലേ, അത് എന്നെ കണ്ട ഉടനെ എന്റെ കൈ പിടിച്ച് വെച്ച് പാടി. അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നതാണ്. പിന്നെ പാദസ്മരണ ചെയ്തു, പാദം വന്ദിച്ചു, പൂക്കളിട്ട് ഞാൻ ആദരിച്ചു. അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് ഷോളിട്ട് എനിക്ക് അംഗീകാരം തന്നു. മെലഡി ക്യൂൻ അവാർഡ് തന്നു. അതിൽ അവിടെ കുറെ പേർക്ക് സെലക്ട് ചെയ്തതിൽ ഒരാൾ ഞാനായിരുന്നു. വളരെ സന്തോഷം. ഇതാണ് എന്റെ അനുഭവം. ഇപ്പോഴും പോകാറുണ്ട് അവിടെ പ്രോഗ്രാമിന്. എന്തായാലും തുടരുക, നമുക്ക് ഇനിയും പാട്ട് പാടാം. മാഡം എന്തെങ്കിലും തീർച്ചയായും. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ നമ്മൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ്. അച്ഛന് ഡബിംഗ് പടത്തിന്റെ ചരിത്രത്തില് ഒരു മുടിചൂടാ മന്നനായിരുന്നു അച്ഛൻ, അല്ലേ? ഡബിംഗ് ചരിത്രം അത് ഈ സ്ട്രേറ്റ് പടത്തിനെക്കാട്ടിലും കൂടുതൽ കഷ്ടമാണ്. സ്ട്രേറ്റ് പടത്തിൽ എഴുതുന്നതിനെക്കാട്ടിലും കഷ്ടമാണ് ഈ ഡബിംഗ് പടത്തിൽ. എല്ലാവരുടെ വിചാരം എളുപ്പത്തിൽ എഴുതാവുന്നതാണ്. അത് ഏറ്റവും കഷ്ടപ്പെട്ട പണിയാണ്. അത് ഈ ലിപ് മൂവ്മെന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, അത് വളരെ അരോചകമായിട്ടുണ്ടാകും. അപ്പം അത് അച്ഛൻ കറക്റ്റ് ആയിട്ട്, ബാഹുബലിയൊക്കെ അതിന് ഉത്തമ ഉദാഹരണമല്ലേ? അതൊക്കെ അച്ഛൻ ആ ലിപ് മൂവ്മെന്റ്സ് അതിനൊന്നും ഒരു വ്യത്യാസം സ്ട്രേറ്റ് പടത്തിലെ പാട്ട് പോലെ തന്നെ ഉണ്ടാവും. ആ കണ്ണാന്നീ ഉറങ്ങടായൊക്കെ അതിന് നല്ലൊരു ഉത്തമ ഉദാഹരണമാണ് അതൊക്കെ. RRറിലെ പാട്ട്. RRറിലെ പാട്ടൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? അതെ 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 അതെ, അടിപൊളി പാട്ടല്ലേ? അതെ അതെ. അപ്പോ സ്ട്രേറ്റ് പടത്തിനെ കാട്ടിലും ഇപ്പോഴുള്ള പിള്ളേർക്ക് ഈ ബാഹുബലി RR ഒക്കെ എഴുതുന്ന ആളെന്നുള്ള അന്ന് മുതൽ ഇന്ന് വരെ അച്ഛൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുമ്പോഴും എഴുതിക്കൊണ്ടാണ് അച്ഛൻ. പഴയ സിനിമകൾ നമ്മൾ എടുത്ത് കാണാൻ വേണ്ടി എടുക്കുമ്പോഴില്ലേ, അതിലെ ഗാനരചന മുഴുവൻ മങ്കൊമ്പ് പാട്ട് മുഴുവൻ ശ്രദ്ധിച്ചിട്ടില്ലേ? അതെ അതെ അതെ, കൂടുതൽ MSVക്ക് വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതെ അതെ അതെ. പിന്നെ ദേവരാജ മാഷ്. എന്തായാലും മങ്കൊമ്പിനെ അനശ്വരമാക്കിയ 2 വ്യക്തികൾ, ഒന്ന് നമ്മുടെ ഈ പറഞ്ഞക്ക് ആഹാരത്തിന് വേണ്ടി വഴിയുണ്ടാക്കിയ MS സ്വാമിനാഥൻ, 2 ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. അതൊരു പാട്ടുണ്ടല്ലോ, ഈ പാവം അപ്പോൾ പശിയാലെ പാട്ട് നിർത്തി പറഞ്ഞ പാട്ടുണ്ടല്ലോ, കൃഷിക്കാരൻ കൃഷി ചെയ്യാതെ പാട്ട് പാടിക്കൊണ്ട് ഇന്നത് അവസാനം പട്ടിണിയായൊക്കെ. എന്തായാലും വളരെ സന്തോഷം. തുടരുക. നമുക്ക് ഡോക്ടർ വിജയകുമാറിലേക്ക്. ഡോക്ടർ വിജയകുമാർ, ഒരു നിമിഷം, സോറി, മോളെ ഡ്രോപ്പ് ചെയ്യാൻ ടൈമായി. എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ഓക്കെ. എന്തായാലും ജോയിൻ ചെയ്ത് വളരെ സന്തോഷം. പ്രത്യേകം സന്തോഷം. അച്ഛനെ കിട്ടുന്ന എല്ലാ സപ്പോർട്ടിനും വളരെ സന്തോഷം. താങ്ക് യു. ഡോക്ടറെ, ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് എന്നെ ഇതിന് ക്ഷണിച്ച AFPHന്റെ ആൾക്കാരോട് എനിക്ക് നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ശ്രീ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാറിനെ പോലെയുള്ള ഒരു പ്രമുഖ വ്യക്തിയുടെ അനുസ്മരണ ചടങ്ങിൽ അദ്ദേഹത്തിന്റെ ഒരു പാട്ടെങ്കിലും പാടാൻ സാധിക്കുക എന്ന് പറഞ്ഞ ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല. എൻ്റെ ഒരു 80s അദ്ദേഹത്തിന്റെ പല പാട്ടുകളും ഭയങ്കര ഹിറ്റായത്. അതൊരു കാലഘട്ടമായിരുന്നു. ആ സമയത്ത് പൂവച്ചൽ ഖാദർ, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എന്നിവരുടെ പാട്ടുകൾ ഒരുപാട് വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു. എന്തായാലും ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പാട്ട്, നേരത്തെ ഡോക്ടർ പറഞ്ഞ പാട്ട് ഞാനിവിടെ ആലപിക്കാം. ഇതൊരു ആൽബം സോങ് ആണ്. ഞാൻ പലരും പറഞ്ഞ പോലെ ഇത് ഗോപാലകൃഷ്ണൻ സാർ എഴുതിയതാണെന്ന് പലർക്കും അറിയില്ലായിരുന്നു. പക്ഷേ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിവോഷണൽ സോങ്സ്. ഞാൻ ആ പാട്ട് നിങ്ങൾക്കായി പാടാം. ജീവപ്രപഞ്ചത്തിനാധാരമൂർത്തിയാം ശ്രീധർമ്മ ശാസ്താവേ, നാളുതോറും അങ്ങയുടെ ചേവടിയിൽ പൂജ ചെയ്യാൻ നാമമന്ത്രോച്ചാരണത്തിനനുവദിക്കൂ.
ജീവപ്രപഞ്ചത്തിനാധാരമൂർത്തിയാം ശ്രീധർമ്മ ശാസ്താവേ. മണ്ഡല വ്രതവുമായി ഇരുമുടിക്കെട്ടുമായി അയ്യപ്പ സന്നിധാനം അണഞ്ഞിടുമ്പോ. മണ്ഡല വ്രതവുമായി ഇരുമുടിക്കെട്ടുമായി അയ്യപ്പ സന്നിധാനം അണഞ്ഞിടുമ്പോ. അവിടുത്തെ കരുണയിൽ കരുണതൻ ചൈതന്യത്തിൽ ആശ്രിതർ ഞങ്ങൾക്കകമുണർന്നിടട്ടെ. ജീവപ്രപഞ്ചത്തിനാധാരമൂർത്തിയാം ശ്രീധർമ്മ ശാസ്താവേ. പരമപദം തേടും ഭക്തജനങ്ങൾ ഞങ്ങൾ 18 പടിയേറി തൊഴുതു നിൽക്കേ. പരമപദം തേടും ഭക്തജനങ്ങൾ ഞങ്ങൾ 18 പടിയേറി തൊഴുതു നിൽക്കേ. തിരുവുടൽ ദർശനത്തിൻ അതിലൂടെ നിർവൃതിയിൽ ഒരു ജന്മ സാഫല്യത്താൽ അനുഗ്രഹിക്കൂ. ജീവപ്രപഞ്ചത്തിനാധാരമൂർത്തിയാം ശ്രീധർമ്മ ശാസ്താവേ. നാളുതോറും അങ്ങയുടെ ചേവടിയിൽ പൂജ ചെയ്ത നാമമന്ത്രോച്ചാരണത്തിനനുവദിക്കൂ. ജീവപ്രപഞ്ചത്തിനാധാരമൂർത്തിയാം ശ്രീധർമ്മ ശാസ്താവേ. താങ്ക് യു. വളരെ മനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ശരിക്കും ഉള്ളിൽ തട്ടുന്ന, ആത്മാവിൽ സ്പർശിക്കുന്ന പാട്ട് തന്നെ. വിജയകുമാർ ഡോക്ടർ അനുഗ്രഹിത ഗായകൻ തന്നെ, ഒരു സംശയമില്ല. ഇനി ആർക്കെങ്കിലും പാടാൻ താല്പര്യം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പറയണോ? ഇത്രയും സിനിമകൾക്ക് എഴുതിയ ഇങ്ങനെയൊക്കെ പ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ ജീവിത രീതി അല്ല അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വീട് കാണുമ്പോൾ ഒരു കഷ്ടി ഒരു ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ രീതിയിലുള്ള ഒരു വീടും സെറ്റപ്പും ഒക്കെ അദ്ദേഹത്തിനുള്ളത്. നമ്മള് ധരിക്കുന്നത് എങ്ങനെ, സിനിമയിലൊക്കെ ഇത്രയും തികഞ്ഞ ആളൊരു വീടും ഇതൊക്കെ വളരെ ഇതല്ല. അങ്ങനെയൊന്നുമല്ല, ഒരു സാധാരണക്കാരുടെ വീട് പോലത്തെ വീടും അതില് അങ്ങനെ എന്തെങ്കിലും ചമയങ്ങളോ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ഞാൻ അത്ഭുതപ്പെട്ടുള്ളൂ. ഇദ്ദേഹം പൈസയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചു പോയിട്ടല്ലോ. അതാണ്. പിന്നെ അദ്ദേഹത്തിന് ഏറ്റവും വലിയ അദ്ദേഹത്തിന് ശ്രീകുമാരൻ തമ്പി സാർ പറയാറുള്ള പോലെയുള്ള ഒരു ഇത് അദ്ദേഹത്തിന് പറ്റുന്നുണ്ട്. ഇപ്പൊ പലരും പറയുന്നില്ല, വയലാർ എഴുതിയെന്ന് വിചാരിച്ച അദ്ദേഹത്തിന് പല പാട്ടുകളും ഇദ്ദേഹമാണ് എഴുതിയെന്നുള്ള പേപ്പർ വായിച്ചപ്പോൾ നല്ല മനസ്സിലാവുന്നത്. നാടൻ പാട്ടിന്റെ മനുഷ്യനൊക്കെ ഉള്ളതൊക്കെ വയലാർ എഴുതിയാണെന്നാണ് ഭൂരിപക്ഷം ജനം വിചാരിച്ചിട്ടുള്ളത്. അതൊക്കെ അങ്ങനെയുള്ള അത് പലർക്കും പറ്റിയിട്ടുണ്ട് അങ്ങനെയുള്ള ശാപങ്ങള്. വിജയകുമാർ ഡോക്ടർ ഇപ്പൊ പാടിയ പാട്ട് മങ്കൊമ്പ് ഉപകരചനയാണെന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. അതെ അതെ, ഇങ്ങനെ കേൾക്കാറുണ്ട്. പക്ഷെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണല്ലോ ഇത്ര റേഞ്ച് കേട്ട് പറഞ്ഞേക്കണം. അല്ല ഡോക്ടറെ, അതിനാണല്ലോ IFP ഇതൊക്കെ ചെയ്യുന്നത്. ശരിയാണ്. അതെ. ഗഫൂർ സാറിന് പാട്ട്, ഈ പറഞ്ഞ നാടൻ പാട്ടിന്റെ മടിശീലകിലിരിക്കുന്ന പാട്ട് സാറിന് പാടാൻ കഴിയുമോ? പാട്ട് നോക്കിയിട്ടില്ല. കുഴപ്പമില്ല. വളരെ നല്ല പാട്ടാണ്. അപ്പൊ അത് വിജയകുമാർ ഡോക്ടർ പാടുമായിരിക്കും. പിന്നീട് ലാസ്റ്റ് വേറെ പാടാം. ഓക്കെ ശരി. അപ്പൊ ഡോക്ടർ ഷീബാറാണി അടുത്ത പാട്ട് റെഡി ആയിട്ടുണ്ടോ? ഇവരെല്ലാം ഇന്ന് ഭയങ്കര തിരക്കിലായിരുന്നു. മെഡിക്കൽ ക്യാമ്പിനൊക്കെ പോയിട്ട് വന്നാണ്. ഷീബാറാണി ഡോക്ടറെ? സാറേ ഞാൻ കുറച്ച്. ഓക്കെ ശരി. അപ്പൊ വിജയകുമാർ ഡോക്ടറെ, താലിപ്പൂ പീലിപ്പൂ. അൺമ്യൂട്ട് ഡോക്ടറെ. ഒരു മിനിറ്റ്, ഞാൻ എടുത്തോട്ടെ, ലിറിക്സ് ഒന്ന് എടുത്തോട്ടെ.
ഇപ്പൊ നേരത്തെ നമ്മുടെ രക്ഷാകർത്തൃ സുജാത വിജയകുമാർ ഡോക്ടർ പാടി കഴിയുമ്പോഴേ മനോജ് ഡോക്ടർ നമ്മളെ സുജാത ഡോക്ടർ നേരത്തെ ഒന്ന് മുഖം കാണിച്ചായിരുന്നു. അവര് നന്നായി പാടും. വിളിക്കാം. അതെ, അല്ല എടുത്തോട്ടെ. നേരത്തെ ഓക്കെ. ലക്ഷാർത്ഥനെ കണ്ട് മടങ്ങുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. ശരിക്കും പ്രേം നസീർ സംസാരിക്കുന്ന അതേ രീതിയിൽ ആ പാട്ട് പാടിയിരിക്കുന്നുള്ളതാണ്. ശ്രദ്ധിച്ചാൽ അതെ മനസ്സിലാവും. അതെ ഓരോ വാക്ക് മുറിച്ചാണ്. അതൊക്കെ യേശുദാസിനെ പറ്റുള്ളതാണ്. അപാരമായ നമുക്കൊരു ഭാഗ്യമുണ്ട്. സത്യം ഇത്തരമുള്ള ഒരു ഗായകന്മാരെ, എഴുത്തുകാരെയും എല്ലാം കൂടെ ചേർന്ന് ഒരു മലയാളിക്ക് ഭാഗ്യമെന്ന് പറയേണ്ടി വരും. അതെ, റെഡിയായോ വിജയകുമാർ ഡോക്ടർ? ഓക്കെ ഓക്കെ. ആ, ഒരു സൂപ്പർ പാട്ടാണ് അടുത്തത്. ഇതും അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു ഗാനമാണ്. ഇത് യേശുദാസ് പാടിയ പാട്ടാണ്. സുജാത എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം എഴുതി രചിച്ച ഒരു ഗാനമാണ്. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ, നിന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ, ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്നെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞു. ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്നെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞു. എന്റെ പളുങ്കൊളി ചിറകുള്ള സ്വപ്നജാലങ്ങളെ പറക്കും തളികയിൽ എടുത്തുയർത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം താവളം കിളിയേ, മഞ്ഞലയിൽ കുളിപ്പിക്കും മാർഗഴി മാസത്തിൽ മംഗളം പാലയായി നീ ഇതൾ വീരിച്ചു. ഇപ്പോൾ 1000 കാവടി കലശങ്ങളോടുമെന്റെ ചേതനയെ സ്വർഗത്തിൽ പിടിച്ചിരുത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ, നിന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. ഓഹോ ഓഹോ താങ്ക് യു. വളരെ നന്നായിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ ആഷാഢ മാസം പറയണം, ഇപ്പൊ മാർഗഴി മാസമാണ്. ഇതെല്ലാം ശകവർഷത്തിലെ ഓരോരോ മാസങ്ങൾ ഇതെല്ലാം തന്നെ ഇങ്ങനെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. സലിംകുമാർ ഡോക്ടറെ പാട്ട് പാടാൻ റെഡി? ആരാ? ഞാനാ? ആ, ഡോക്ടർ ഞാൻ ഒരു കാര്യം പറയും. ഇതുപോലെ ഇദ്ദേഹത്തെ എനിക്ക് അടക്കം ഒരു ഇത് വന്നത്, എന്റെ ക്ലിനിക്കിന്റെ മുൻവശത്ത് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അപ്പൊ അവിടെ കുടുംബശ്രീക്കാര് ഒരിക്കൽ അവിടെ കുറച്ച് കൃഷി ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. എന്റെ സഹോദരത്തിന്റെ പറമ്പും കൂടി അതിനോട് ചേർന്നാണ്. അപ്പോൾ കുടുംബശ്രീക്കാരോട് വാഴയൊക്കെ നട്ടു, അതില് കൊല വന്നു. അത് ഇതിന്റെ വിളവെടുപ്പ് ഒരു ശാലമായിട്ട് നടത്തി അവിടെയുള്ള കുടുംബശ്രീയുടെ ആളുകൾ കൂടി. അത് ഇതിനുവേണ്ടി ഇദ്ദേഹം വന്നത് അവിടെ. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പരിചയം തുടങ്ങുന്നത്. ഞാനും ഈ ഇദ്ദേഹത്തെ 1000 പ്രാവശ്യം കണ്ടിരുന്നെങ്കിൽ ഇതാണ് ഈ മംഗോപ ഗോപാലകൃഷ്ണൻ എനിക്കറിയില്ലായിരുന്നു. അതാണ് ഞങ്ങൾ ഒരു പരിചയം ആരംഭിക്കുന്നത്. അപ്പൊ അന്ന് പ്രസംഗിച്ചിട്ടൊക്കെ പോയി അങ്ങനെയാണ് ഒരു മനുഷ്യന്. ഇദ്ദേഹത്തിന്റെ പാട്ടിലെ
എനിക്ക് ഇത് ഏറ്റവും ഭാഗ്യം ചെയ്തത് രവീന്ദ്ര ജെയിനിനെ പോലെ ഒരു ആള് ആയിട്ടുള്ള ബന്ധമാണ് അദ്ദേഹത്തെ ഇത്രയധികം ജനമനസ്സിലേക്ക് എത്തി. ഇത് അരിപ്പ് പോലെയുള്ള സാധനങ്ങൾ. പിന്നെ പാട്ട് ഏതൊക്കെയാണെന്ന് എനിക്ക് എല്ലാം ഓർമ്മയില്ല സാർ. അതാ അതാണ് ഡോക്ടർ പറഞ്ഞപ്പോ പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പാട്ടാണ് ഓർമ്മ വരുന്നത്. അതായത് നാട്ടുകാരറിഞ്ഞില്ല പാവങ്ങൾ മൗഢ്യത്തിന്റെ കൂട്ടിലാണ് ഒരു മഹാൻ അവരിൽ ജീവിക്കുന്നു എന്നുള്ളത്. നമ്മൾ അറിയാറില്ല നമ്മുടെ ചുറ്റും താമസിക്കുന്നവരെ കുറിച്ച്. എന്തായാലും ഡോക്ടർ വളരെ സത്യസന്ധമായ കാര്യം പറഞ്ഞു. നമുക്ക് ഷൈൽ ഡോക്ടർ നേരത്തെ സുജാ ഡോക്ടർ ആരായാലും പറഞ്ഞത് സുജേത ഡോക്ടർ നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതാ ഡോക്ടർ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാളാണല്ലോ. ആണ്, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. അതാണ് സുജാത രവി അല്ല, അല്ലല്ലോ. സുജേത ഡോക്ടർ നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ മുഖം കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ അതെ. പിന്നെ കാണുന്നില്ല, ഇപ്പൊ പോയെന്നൊന്നുമില്ല, കഷ്ടായിപ്പോയി. ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ ജിതി മാഡമോ ചെയ്യട്ടെ? റെഡി. ഓക്കെ ഓക്കെ, വെൽക്കം. ഹൈ പിച്ച് എടുക്കാൻ പറ്റുമോ അറിയില്ല, എന്നാലും ഞാൻ ട്രൈ ചെയ്യാം സാർ. ഉച്ചയടപ്പുണ്ട്, എന്തായാലും കുഴപ്പമില്ല. ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള, എപ്പോഴും ഓർക്കുന്ന ഒരു പാട്ടാണ് ഇന്നിഷ്ടം നിന്നിഷ്ടം എന്നുള്ള ഫിലിമില് ഇളം മഞ്ഞിൽ. ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ് ആണ്. വിജയ് മാസ്റ്ററിന്റെ ഗാനം കേൾക്കാൻ പറ്റിയ വലിയ അനുഗ്രഹമാണ് കേട്ടോ സാറേ. താങ്ക് യു സാർ, നല്ല അടിപൊളി പാട്ടായിരുന്നു. ഹോമിയോപ്പതിയുടെ ഭാവഗായകരാണ് അവരൊക്കെ പഴയ. അതെ അതെ രാജന്റെ സംഗീതം. അതെ 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 അതെ. ഓക്കെ. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേള തൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേള തൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ ചിറകിടുന്ന കിനാക്കളിൽ ഇതൾ വിരിഞ്ഞ സുമങ്ങളിൽ മനോജ്ഞമാം കവിത നെയ്ത വികാരമായി നീ എൻ്റെ ജീവനിൽ ഉണരൂ ദേവാ ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ചമയമാർന്ന മനസ്സിലെ ചാരു ശ്രീകോവിൽ നടകളിൽ ചമയമാർന്ന മനസ്സിലെ ചാരു ശ്രീകോവിൽ നടകളിൽ തൊഴുതുണർന്ന പ്രഭാതമായി ഒഴുകി വന്ന മനോഹരി നീ എൻ്റെ പ്രാണനിൽ നിറയൂ ദേവി ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം ഹൃദയമുരളിയിൽ പുളകമേള തൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം. താങ്ക് യു. നല്ലപോലെ ഉറക്കെ പാടേണ്ട പാട്ടാണ്, എനിക്ക് പറ്റുന്നില്ല, അതാണ്. നന്നായിട്ടുണ്ട്. അതുപോലെ താങ്ക് യു സർ. അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ അർച്ചനാമാല്യം നല്ല സുന്ദരം പാട്ടുണ്ട്. ഗഫൂർ സാറേ, സാർ റെഡിയാണോ? നോക്കാം. കേൾക്കാല്ലേ? കേൾക്കാം കേൾക്കാം കേൾക്കാം. അതെ. ഈ ഗാനം
ഞാൻ അതിന്റെ ലിറിക്സ് ഒന്ന് എടുത്തേക്കട്ടെ കേട്ടോ. ആ എടുക്കട്ടെ. അപ്പൊ അദ്ദേഹം ഈ സൗന്ദര്യപൂജ എന്ന ചിത്രത്തിലാണ് അദ്ദേഹം ഈ നമ്മൾ നേരത്തെ കേട്ടത് ഭക്തിസാന്ദ്രമായ ഗാനമാണ്. അപ്പൊ അതേപോലെ തന്നെ പ്രണയഗാനങ്ങൾ അതിനേക്കാൾ ഏഹ് വയലാറിനെയും കവിയുന്ന രീതിയിലുള്ള പ്രണയഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതാണ് MS ബാബുരാജ് സംഗീതം നൽകിയത് ഈ സൗന്ദര്യപൂജ എന്ന ചിത്രത്തിന് വേണ്ടിയാണ്. ആ പാദചൂടം പനിനീര് അണിമുത്തുക്കുടങ്ങളിൽ ഇളനീര് കാദംബരി കദളീദളത്തിൽ കടിച്ചാ നിറച്ചും കരിമ്പു നീര് ആ പാദചൂടം പനിനീര് ആലിലയ്ക്കൊത്തോരണിവയറ് ആതിരചന്ദ്രിക കുളിർച്ചാറ് ആലിലയ്ക്കൊത്തോരണിവയറ് ആതിരചന്ദ്രിക കുളിർച്ചാറ് മന്ദസ്മിതത്തിൻ ഈറനുടുക്കുമ്പോൾ മഞ്ജുളേ നീയൊരു മലരമ്പ് ആ പാദചൂടം പനിനീര് അംഗോപാംഗങ്ങൾ തടവുമ്പോൾ നിന്റെ ഗന്ധർവ വീണയിൽ തഴുകുമ്പോൾ അംഗോപാംഗങ്ങൾ തടവുമ്പോൾ നിന്റെ ഗന്ധർവ വീണയിൽ തഴുകുമ്പോൾ ഇതൾ വിരിഞ്ഞിടുമെന്നാത്മാവിൽ ഇതുവരെ അറിയാത്ത രോമാഞ്ചം ആ പാദചൂടം പനിനീര്. സാധാരണ ആരും അധികം കേൾക്കാത്ത അല്ലെ പാടാത്ത പാട്ടുകൾ കിടക്കുന്ന സാറ് വിദഗ്ധനാണെന്ന് തോന്നുന്നു. നന്നായിട്ടുണ്ട്. അടിപൊളി പാട്ടല്ലേ അദ്ദേഹത്തിന്റെ അടിപൊളി പാട്ടാണ്. എന്ത് രസമുള്ള പാട്ടാണ്. MS ബാബുരാജിന്റെ ഈണമല്ലേ? അതെ അതെ അതെ, ഒരുപാട് പാട്ടുകളുണ്ട്. ഭാഗ്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള ഗന്ധർവന്മാർ നമ്മുടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഭാഗ്യം, ഒരു സംശയമില്ല. സാറ് ധാരാളം ഗാനമേളകൾ പങ്കെടുക്കും, വളരെ പ്രൊഫഷണലായിട്ട് തന്നെ പാടുകയും നമ്മുടെ IFPHന്റെ ഗ്രൂപ്പിൽ ഒരുപാട് പാട്ട് സാറ് ഷെയർ ചെയ്യാറുണ്ട്. അടുത്തിടെ എന്തോ ഒരു പ്രോഗ്രാം പാടിയിരുന്നല്ലേ സാർ റീസെന്റ്? പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിരുന്നു എന്റെ കുറച്ച് ഭാഗം പിന്നെ ജയചന്ദ്രൻ അനുസ്മരണം ശരി നടത്തിയതിന്റെ ഏഷ്യാനെറ്റ് ന്യൂസിലുണ്ടായിരുന്നു, യൂട്യൂബിലുണ്ടായിരുന്നു. വിജയകുമാർ ഡോക്ടർ, ഇനി ആവാനായുള്ള അസ്ത്രങ്ങളെല്ലാം ബാക്കിയുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട് വേണമെങ്കിൽ ഒന്നുള്ള നാടൻ പാട്ടിന്റെ തീർച്ചയായിട്ടും വെൽക്കം. തീർച്ചയായിട്ടും ബാബു മോഹൻലെ സിനിമയിലെ പാട്ടാണല്ലേ? അതെ അതെ, ബാബുമാനിലെ വയലാറെന്ന് പലരും തെറ്റിദ്ധരിച്ച ഒരു പാട്ടാണ്. എന്റെ ശക്തമായ അത് വിജയകുമാർ സാറേ, ഈ ആപാദ ചൂടൻ പനിനീരും വയലാറാന്നെ ധരിക്കുള്ളൂ. അതെ 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 അതെ, സാറ് പാടിയപ്പോഴാണ് ഇത് മങ്കമ്മ സാറിന്റെ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, പാടാം. നാടൻ പാട്ടിന്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി. നാടൻ പാട്ടിന്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി. അവളുടെ പ്രിയ സഖി എനിക്കു നീയൊരു നവവധു, നമുക്കെന്നും മധുവിധു. നാടൻ പാട്ടിന്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതി.
കാച്ചെണ്ണ തേച്ച നിൻ കാർക്കൂന്തളത്തിൻ്റെ കാറ്റേറ്റാൽ പോലും എനിക്കുന്മാദം, ഉള്ളിലുന്മാദം. തുള്ളിത്തുളുമ്പും നിൻ യൗവനാംഗങ്ങളിൽ നുള്ളി നോവിക്കാനാവേശം, എനിക്കാവേശം, എനിക്കാവേശം. നാടൻ പാട്ടിൻ്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതീ, ഓർക്കാതെ ചിരിക്കും ചിലമ്പുമുത്തേ നിന്റെ ഓട്ടുവള താമര കൈകളാലേ, കൈകളാലേ. ഒരു 100 സ്വപ്നലത പടരും നിൻ മനസ്സിലെ തളിർവെറ്റില 100 തേച്ചു തരൂ. ഒരു 100 സ്വപ്നലത പടരും നിൻ മനസ്സിലെ തളിർവെറ്റില 100 തേച്ചു തരൂ. തളിർവെറ്റില 100 തേച്ചു തരൂ. നാടൻ പാട്ടിൻ്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതീ, അവളുടെ പ്രിയ സഖി എനിക്കു നീയൊരു നവവധു, നമുക്കിന്നും മധുവിധു. നാടൻ പാട്ടിൻ്റെ മടിശീല കിലുങ്ങുമി നാട്ടിൻ പുറമൊരു യുവതീ. താങ്ക് യു. വളരെ മനോഹരമായിട്ടുണ്ട്. ഇത് ധാരാളം സംഗതികൾ കൊടുത്തുള്ള ഒരു പാട്ടാണ്. ഡോക്ടർ ഏതാണ്ട് ഭയങ്കര അതെ അതെ അതെ, വളരെ ഒരുപാട് സംഗതികളുണ്ട്. താങ്ക് യു. സലിംകുമാർ ഡോക്ടറെ, പാട്ട് റെഡിയാണോ? സംസാരിക്കാനാണോ? എന്താ? ആ പാട്ടില് ഞാൻ ഈ ഭക്തിഗാനങ്ങളില് ആ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന പോലെ ഭക്തിഗാനങ്ങൾ ഞാനിപ്പോൾ ലിസ്റ്റ് നോക്കിയപ്പോൾ അത്ഭുതപ്പെടുന്നു. ഈ പുരുഷാന്തരങ്ങളെ മയിൽപ്പീലി ഓടിച്ചത് ഇത് ആരാ ഇതെന്ന് ഞാൻ ഈ നിമിഷം വരെ ആലോചിച്ചിരിക്കുന്നു. അത് ഇദ്ദേഹമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതെ. പുരുഷാന്തരങ്ങളെ മയിൽപ്പീലി ഓടിച്ച മണിമുകിൽ പറഞ്ഞ അത്, പിന്നെ അഷ്ടമംഗല്യ സുപ്രഭാതത്തിൽ ആ അത്, തൃപ്രയാരപ്പ ശ്രീരാമ, ഇതൊക്കെ ഭക്തിഗാനങ്ങൾ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. ഇത് അതൊക്കെ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നുള്ളത് ഞാനിപ്പോൾ ആ ലിസ്റ്റ് എനിക്കിപ്പോൾ ഇപ്പോഴാണ് മരിച്ചു കഴിഞ്ഞപ്പോഴാണല്ലോ ദൈവം ഇതൊക്കെ മനസ്സിലായത്. അതെ, ഇതെല്ലാം നിങ്ങളെ കേട്ടുള്ളതല്ല. ഇതിനകത്തൊന്നും നമുക്ക് അതിനപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റുന്ന രീതിയിലാണ് തൃപ്രയാരപ്പ ശ്രീരാമ എന്നുള്ളതും. പിന്നെ ദേവാമൃത ഗംഗയുണർത്തും രോമാഞ്ചം, വളരെ സ്പീഡിൽ പാടുന്ന പാട്ടാണുള്ളത്. രണ്ടുപേര് പാടാമോ? ആ പാട്ടിന്റെ ലൈനൊന്നും എനിക്ക് ഓർമ്മ. ദേവാമൃത ഗംഗയുണർത്തും രോമാഞ്ചം പുൽകി ഉണർത്തും രാഗോത്സവ വേള, സിന്ദൂരച്ചെപ്പിലൊളിക്കും കാരുണ്യക്കനവിനുള്ളിൽ പ്രേമോത്സവ വേള. ഇങ്ങനെയാണ് പാട്ട് പോണത്. അത്ര എനിക്കറിയാവോ? എന്തായാലും കഴിഞ്ഞ ദിവസം കാവ്യദിനത്തില് പലരെയും കണ്ണീരണിയിപ്പിച്ച് ചില വയലാറിന്റെ അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന നിശ്ചലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത്രയധികം വളരെ ഇമോഷണൽ ആക്കി ഒരുപാട് പേരെ വിളിച്ചിരുന്നു, ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു. സലിംകുമാർ ഡോക്ടർ അന്ന് ഗോൾ അടിച്ചു എന്ന് പറയാം. ഭാഗ്യലക്ഷ്മി ഡോക്ടർക്ക് അന്ന് ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞു. ലതാ മനോഹരൻ ഡോക്ടർ കൂടി ഇരുന്ന് കരയുന്നുണ്ട്, സൂമിലിരുന്ന് കരയുന്നുണ്ട്, കരഞ്ഞ് പിന്നെ എനിക്ക് എന്ന് പറഞ്ഞു, ഞാൻ കരഞ്ഞു പോയി ഡോക്ടറെ പറഞ്ഞിട്ട്. അപ്പൊ അത്തരം കഴിവുകളോട് പുറത്തിറക്കാൻ IFPH കാരണമായില്ലേ? അതാണ് പ്രൊമോട്ടിംഗ് എന്ന് പറയുന്നത്. എല്ലാരെയും പ്രൊമോട്ട് ചെയ്യുക, എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യുക. സബ്കോ സാത്ത് സബ്കോ വികാസ്. ഹോമിയോപ്പതി മാത്രമല്ല, എന്താ സാറേ? ഹോമിയോപ്പതി മാത്രമല്ല പ്രൊമോട്ട് ചെയ്യണത്, സമഗ്രതയാണ്. സമഗ്രത. അതെ, ഈ ഇദ്ദേഹത്തിന്റെ ഒരു അനുഭവം പേപ്പറിൽ വായിച്ചിരുന്നില്ലേ അന്ന്? ദൃശങ്കു സ്വർഗത്തെ തമ്പുരാട്ടി, ആ പാട്ട് എഴുതിയപ്പോഴേ, ഇന്ദിരാഗാന്ധിയെ കുറിച്ചാണ്. സ്വർഗത്തെ തമ്പുരാട്ടി, ത്രിശൂലമില്ലാത്ത ഭദ്രകാളി,
ആണുങ്ങളില്ലാത്ത രാജ്യത്തെ അല്ലിറാണി പോലത്തെ രാജാത്തി. ആ പാട്ട് ഇന്ദിരാഗാന്ധിയെ കുറിച്ചാണ് എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് പുള്ളിക്ക് പേടിച്ച് ഇരുന്നാലും പറഞ്ഞിട്ടുണ്ടായി. അത് ശരി. അതെ, ആ, കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്നതിന് അവസാനം ജയിലിൽ പോകേണ്ടി വന്നു. ഒരു ആ, കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ, അവരാരും ആക്ഷേപിച്ചില്ല. അതെ. ഇപ്പം മര്യാദ ഇരിക്കുന്നവരാണ് നമ്മുടെ ജനങ്ങൾ ആക്ഷേപിക്കുന്നുള്ള ഏറ്റവും വലിയ കഷ്ടം. ഇതൊന്നും പോകാത്ത. അതുപോലെ തന്നെ ഈ നമുക്കറിയാം ഹരിവരാസനം എഴുതിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ അത് വയലാറിന്റെ ദേവരാജന്റെ സംഗീതവും യേശുദാസിന്റെ ശബ്ദവും കൂടെ ആയപ്പോഴാണ് എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടെന്നുള്ളതാണ്. ഇത്തരം ഗാംഭീര്യം ഉണ്ടെന്ന് മനസ്സിലായതും. അപ്പൊ തീർച്ചയായിട്ടും ഈ എഴുത്തുകാരുടെയും ചലച്ചിത്രത്തിന്റെയും, ഒരിക്കൽ മമ്മൂട്ടിയുടെ ഒരാൾ ചോദിക്കുകയുണ്ടായി, ഈ സിനിമ ടെലിവിഷൻ സിനിമയ്ക്ക് ഭീഷണിയാവുമെന്ന്. അദ്ദേഹം സിമ്പിളായിട്ട് ചോദിച്ചാണ്, ടെലിവിഷൻ നിലനിൽക്കുന്ന സിനിമ കൊണ്ടല്ലേ എന്ന്. അപ്പൊ അത്ര കൃത്യമാണ്. ശരിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്വർഗം തുറക്കുന്ന രാത്രി. ഒന്നുമില്ല. അതാണ്. അപ്പൊ അത്രത്തോളം പാരസ്പര്യം ഇതിനകത്തുണ്ട്. ഗഫൂർ സാർ ഒരു പാട്ട് പാടാനുണ്ടോ ഇനി? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അവസാനത്തെ പാട്ട് ഇതാണ് പാടാനുള്ളത്. ഞാൻ അത് ഇപ്പൊ പാടാന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ. എന്താ സാറേ, സ്വയംവര തിരുനാൾ രാത്രി ഇന്ന് സ്വർഗം തുറക്കുന്ന രാത്രി, അതൊക്കെ ഇദ്ദേഹത്തിന്റെയാ. അതെ, ഓ, ആ സിനിമ പാട് കൊള്ളായിരിക്കും. എനിക്ക് പല്ലവി മാത്രം അറിയാവൂ. പല്ലവി. സ്വയംവര തിരുനാൾ രാത്രി ഇന്ന് സ്വർഗം തുറക്കുന്ന രാത്രി, സ്വയംവര തിരുനാൾ രാത്രി ഇന്ന് സ്വർഗം തുറക്കുന്ന രാത്രി, മംഗളം വിളയുമി സന്നാനയിൽ. സഹായിച്ചു കൊടുക്കും സാറേ, സാറിനറിയാം. സഹായിച്ചു കൊടുത്താൽ മതി. മണവാളൻ എന്താണ് സമ്മാനം, മണവാളൻ എന്താണു സമ്മാനം, സ്വയംവര തിരുനാൾ രാത്രി ഇന്ന് സ്വർഗങ്ങൾ പൂക്കുന്ന രാത്രി, മംഗളം വിലയുമി ശൃംഗാര രാത്രിയിൽ മണവാളൻ എന്താണു സമ്മാനം, മണവാളൻ എന്താണു സമ്മാനം, സ്വയംവര തിരുനാൾ രാത്രി. ഓക്കെ. എന്തായാലും നമുക്കെന്തായാലും ഭാഗ്യമുണ്ട്. നമ്മുടെ അടുത്തൊരു ഗായകൻ ഡോക്ടർ ദിലീപ് ചന്ദ്രൻ എത്തിയിട്ടുണ്ട്. ദിലീപ് ഡോക്ടറെ, അനഘസങ്കല്പ ഗായകൻ, വരൂ, അൺമ്യൂട്ട് ചെയ്യൂ, എന്നിട്ട് പാടൂ. മ്യൂട്ടാണ് ദിലീപ് ഡോക്ടർ, മ്യൂട്ടാണേ. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം ഡോക്ടർ. ഇപ്പൊ മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ നിരവധിയായ നല്ല ക്ലാസിക് ഗാനങ്ങളൊക്കെ ഉള്ള ഇതിന്റെ കൂട്ടത്തില് വളരെ കോമഡി ടച്ച് നിറഞ്ഞ ഗാനങ്ങൾ അത് എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോ പെട്ടെന്ന് നോക്കിയപ്പം എനിക്ക് അറിയാവുന്ന ലിറിക്സ് ഉള്ള ഒരു കോമഡി ടച്ചുള്ള ഒരു പാട്ടാണ് അത്. രണ്ടുപേരും മൂളാം. ഓക്കെ. അപ്പൊ ബോയിങ് ബോയിങ് എന്ന കോമഡി ചിത്രത്തിലെ നമുക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കുമല്ലോ ആ സിനിമ. അപ്പൊ അതിലെ ഒരു ഗാനമാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരുടെ അനുഭവത്തോടെ തുടങ്ങുകയാണ്. തനതിന്ത താനാതിന്ത താനാരു തനതിന്ത താരാതിന്ത താരാരു, ഒരു പുന്നാരം കിന്നാരം ചൊല്ലാം ഞാൻ, ഈ മുൻകോപം നിൻകോപം കാണുമ്പോ ഇടനെഞ്ചിൽ 1000 ആനകൾ വിരളും പേടി വിറയ്ക്കുന്നേ, അതിനിട പുള്ളിപ്പൊലി പോൽ ചീറി വരും അമ്മുമ്മ വലയ്ക്കുന്നേ, തകതിന്ത താനാതിന്ത താനാരു, ഒരു പുന്നാരം കിന്നാരം ചൊല്ലാം ഞാൻ, ഈ മുൻകോപം നിൻകോപം കാണുമ്പോ ഇടനെഞ്ചിൽ 1000 ആനകൾ വിരളും പേടി വിറയ്ക്കുന്നേ, അതിനിട പുള്ളിപ്പൊലി പോൽ ചീറി വരും അമ്മുമ്മ വലയ്ക്കുന്നേ, ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയോ ചെമ്മാന കുങ്കുമമോ ശൃംഗാരം ചാലിച്ചു ചാർത്തി, ചെഞ്ചുണ്ടിൽ പുഞ്ചിരിയോ ചെമ്മാന കുങ്കുമമോ ശൃംഗാരം ചാലിച്ചു ചാർത്തി, ചിലങ്ക കൊട്ടി മാഹം കുമഞ്ഞൊരുങ്ങുന്നു,
ചിലങ്ക കൊട്ടി മോഹം ചമഞ്ഞൊരുങ്ങുന്നു, നിറഞ്ഞ നിറഞ്ഞ മനസ്സിനുള്ളിൽ വിരുന്നു പകരുന്നു, നിറഞ്ഞ നിറഞ്ഞ മനസ്സിനുള്ളിൽ വിരുന്നു പകരുന്നു. മിഴികൾ കഥകൾ കൈമാറും നേരം കള്ളൻ അയ്യമ്പൻ കുറുമ്പ് കാട്ടുന്നു, ഒരു പുന്നാരം കിന്നാരം ചൊല്ലാം ഞാൻ, ഒരു മുൻകോപം കിൻകോപം കാണുമ്പോൾ ഇടനെഞ്ചിൽ 1000 ആനകൾ വിളരും തേടി വിറയ്ക്കുന്നേ, അതിനിടെ പുള്ളിപ്പൊലി പോൽ ചീറി വരും അമ്മുമ്മ വിറയ്ക്കുന്നേ. മാണിക്യ കിങ്ങിണിയോ മാനത്തെ യൗവനമോ മുത്താരം ചൂടിച്ച ചേലിൽ, മാണിക്യ കിങ്ങിണിയോ മാനത്തെ യൗവനമോ മുത്താരം ചൂടിച്ച ചേലിൽ, തുടിക്കുമെന്നിൽ നാണം തുളുമ്പി നിൽക്കുന്നു, കിളിങ്ങു പെണ്ണിൻ നാണം തുളുമ്പി നിൽക്കുന്നു, തളിർത്തു കിളിർത്ത മനസ്സിനുള്ളിൽ തപസ്സു തുടരുന്നു, ചിറകും ചിറകും കുളിർച്ചൂടും കാലം മെയിൽ ഇളമെയിൽ കിക്കിളി കൂട്ടുന്നു, ഒരു പുന്നാരം കിന്നാരം ചൊല്ലാം ഞാൻ, ഈ മുൻകോപം നിൻകോപം കാണുമ്പോൾ ഇടനെഞ്ചിൽ 1000 ആനകൾ വിരളും തേടി വിറയ്ക്കുന്നേ, അതിനിടെ പുള്ളിപ്പൊലി പോൽ ചേരി വരും അമ്മുമ്മ വിറയ്ക്കുന്നേ. തകതിന്ത താനാരു, തകതിന്ത താനാരു. താങ്ക് യു വെരി വളരെ മച്ച്. നന്നായി ഡോക്ടർ ദിലീപ് ഡോക്ടർ ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതാണ്. എന്തായാലും എത്തിയതേ ഉള്ളൂ. ആ പാട്ടിനോടുള്ള പ്രതിബദ്ധത കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു അക്കാര്യത്തില്. താങ്ക് യു. നമുക്ക് ഏതാണ്ട് പരിപാടി അവസാനിക്കുന്ന സമയമായിരുന്നു. സലിംബ ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് ജിജി മാഡത്തിലേക്ക് പോകാം. നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല, ഇങ്ങനെ കുറെ പാട്ടുകളുണ്ട്. ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും അതിന് എനിക്കൊരു കാരണമാവാൻ സാധിച്ചതിലും എനിക്കൊരു അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും ഇപ്പൊ സലിംകുമാർ ഡോക്ടർ നമ്മുടെ കാരണഭൂതനായി മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഗസ്റ്റുകളെ കൊണ്ടുവരുന്നുണ്ട്. വളരെ ബുദ്ധിപരമായ ഒരുപാട് നിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. ഡോക്ടർക്ക് പ്രത്യേകം നന്ദി. എന്തായാലും പരിപാടിക്ക് ഔപചാരിക നന്ദി പറയാനായിട്ട് ജിജി മാഡത്തെ ക്ഷണിക്കുന്നു. മാഡം അൺമ്യൂട്ട് ചെയ്യാമോ? ഏപ്രിൽ 10 വിമൻസ് ഡേ ഉണ്ട്. അതിന്റെ പരിപാടികൾ അടുത്ത ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഓഫ്ലൈൻ പ്രോഗ്രാം ഉണ്ട്, പിന്നെ ഓൺലൈൻ പ്രോഗ്രാം 2 ഉണ്ട്. അപ്പൊ അതിന് ഏതാണ്ട് ഗസ്റ്റുകളെയൊക്കെ തപ്പി ഏതാണ്ട് അതുപോലെ ഭാഗ്യലക്ഷ്മി ഡോക്ടർ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കേരളത്തിലെ മാഡം കലാ മാഡം ഒരുപാട് പേരെ കൊണ്ടുവരുന്നുണ്ട്. ഇത് മാഡം ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാമോ മാഡം? നെറ്റ് പ്രോബ്ലം നടന്നില്ലല്ലോ. നെറ്റ് ഉണ്ട്, അല്ല ഇനി നമ്മൾ പറയുന്നതിലും കേൾക്കാൻ പറ്റണമെന്നില്ല. റെസ്പോണ്ട് ചെയ്യാത്താണോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ഉദ്ഘാടനം തന്നെ ആളിനെ മാറ്റില്ല. അതുപോലെ ഇനി അടുത്തത് ഇത് മാറ്റാം. നന്ദി മാറ്റേണ്ടി. അത് തന്നെ. അക്കോർഡിംഗ് ടു പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻ. സലീംകുമാർ ഡോക്ടറെ ആ ആദ്യം ഡോക്ടർക്ക് നന്ദി പറയുന്നത്, ഡോക്ടർ ബാക്കിയുള്ളവർക്ക് പറയുക. എന്താണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നമുക്കൊരു ചെറിയൊരു അല്ല അതുകൊണ്ടല്ല, ചെറിയൊരു ഭാഗ്യക്കേടും നമുക്കുണ്ടായി. കാരണം വെച്ചാല് നമ്മുടെ പരിപാടിയിൽ ഇദ്ദേഹത്തെ പങ്കെടുപ്പിക്കാനായിട്ട് ലോക കവിതാ ദിനം വരുന്നല്ലോ, മാർച്ച് 21. അതിൽ ഇദ്ദേഹത്തെ പങ്കെടുപ്പിക്കാൻ വേണ്ടി ക്ഷണിക്കാൻ പോയപ്പോഴത്തേക്കുമാണ് ഇദ്ദേഹം ഹോസ്പിറ്റലാണെന്നൊക്കെ അറിയുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഹോമിയോപ്പതിയാണ് അദ്ദേഹത്തിന്റെ ആയുസ് ആരോഗ്യ തിരുനാൾ നീട്ടിക്കൊണ്ടത് ഭാഗ്യം. അതിന് ഒരു രോഗം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഇപ്പൊ മകൾ പറഞ്ഞപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായത്. അദ്ദേഹം കൂളായിട്ട് ഇപ്പോഴും നടക്കാറുണ്ട്. പക്ഷെ ഒരു വീഴ്ച, വീട്ടിൽ സ്റ്റെപ്പ് കയറി വന്നപ്പോൾ രാത്രി പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് സ്റ്റെപ്പ് കയറി ഭാര്യ അദ്ദേഹങ്ങളുടെ ഒപ്പം മുകളിലേക്ക് കയറിയപ്പോൾ സ്റ്റെപ്പ് വീണു. ഭാര്യ അദ്ദേഹത്തെ താങ്ങാൻ ശ്രമിച്ചു. ഇവർ രണ്ടുപേരും വീണു. ഇദ്ദേഹത്തിന് കാര്യമായിട്ട് ഫ്രാക്ചറൊക്കെ വന്നു, സ്പൈനൽ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അപ്പോഴും ഇപ്പം പ്രതീക്ഷ ഉണ്ടായിരുന്നു, കിടക്കേമ്മ കിടന്നുകൊണ്ട് സൂം അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട്, ആ ഒരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ അയക്കുന്ന മെസ്സേജുകൾക്കൊന്നും മറുപടി കിട്ടുന്നില്ല, കേൾക്കുന്നു, സ്വിച്ച് ഓഫ് എന്ന് കേൾക്കുന്നു. പിന്നെയാണ് ആ ഒരു ദുരന്ത വാർത്ത നമുക്ക് കടന്നു വന്നത്. എൻ്റെ ക്ലിനിക്കിൽ നിന്ന് ഏതാനും മീറ്ററുകളുടെ അകലമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഈ വ്യക്തിയായിട്ട് കാര്യമായിട്ട് കണക്ഷനൊന്നും ഇല്ലെന്ന് തന്നെ പറയുന്നതാണ് നല്ലത്. കാണുമ്പോൾ ചിരിക്കുമ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ അദ്ദേഹം പലപ്പോഴും നാട്ടിലുണ്ടാവാറില്ല.
ഏതായാലും ഇങ്ങനെ ഒരു പരിപാടി അദ്ദേഹത്തിന്റെ മരണശേഷം അവര് തന്നൊരു അവാർഡാണ് നമുക്ക്. ആദ്യമായിട്ട് അച്ഛന്റെ പരിപാടി നമുക്ക് ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് IFPH കിട്ടിയ ഒരു അവാർഡായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അതിൽ അവർക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ മകൻ പക്ഷേ സാഹിത്യപരമായിട്ടുള്ള അദ്ദേഹത്തിന് വലിയ കഴിവൊന്നും ഇല്ല എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ചേച്ചി ഏൽപ്പിക്കാമെന്ന് പറഞ്ഞത്. ഏതായാലും അവർ വന്ന് മനോഹരമായിട്ട് ഈ പരിപാടിയെ ഒന്നുകൂടി മോടി കൂട്ടാൻ നമുക്ക് സഹായിച്ചു. ഇതിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേര് എൻ്റെ കയ്യിൽ ലിസ്റ്റില്ല. എല്ലാവരും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ഗഫൂർ ഡോക്ടർ ഉൾപ്പെടുന്ന എല്ലാവർക്കും ഞാൻ IFPHന്റെ പേരിൽ നന്ദി പറയുന്നു. ഇനിയും ഇത്തരം പരിപാടികൾ നിർദ്ദേശിക്കാൻ നമുക്ക് ഭാഗ്യമായിട്ടും ഒരു പരിപാടി അറേഞ്ച് ചെയ്യാൻ മനസ്സുള്ള മനോജ് ഡോക്ടറാണ് ഇതിന്റെ കാരണക്കാരൻ. ഇങ്ങനെയൊക്കെ ഒരു പരിപാടി അറേഞ്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ മനോജ് ഡോക്ടറുടെ സേവനം ഇനിയും തുറന്നാൽ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും വ്യത്യസ്തപരമായ പ്രോഗ്രാം നമുക്ക് കിട്ടും. അതിന് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. പിന്നെ ഇതിൽ നമുക്ക് ഹോസ്റ്റായിട്ട് നിന്ന ഷൈൽ ഡോക്ടർക്കും എല്ലാവർക്കും പേര് പറയാതിരിക്കുന്നതിൽ ക്ഷമിക്കണം എല്ലാവരുടെയും. ഷീബാറാണി ഡോക്ടർ പിന്നെ വരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് വിജയകുമാർ ഡോക്ടർ വിജയകുമാർ പാട്ട് പാടിയത്. പിന്നെ ദിലീപ് ഡോക്ടർ അവസാനം വന്നത്. അവർക്കൊക്കെ IFPHന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. അപ്പൊ ഇതോടുകൂടി നമ്മുടെ 1665 ദിവസത്തെ പരിപാടിക്ക് ഇവിടെ തിരശീല വീഴുകയാണ്. നാളെ ഇതേ സമയം വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സുഖനിദ്ര നേർന്നു നിർത്തുന്നു. നന്ദി, നമസ്കാരം.